വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹോസ്റ്റലിലെയും ഓഫീസിലെയും ഒക്കെ നോമ്പ് തറ വിശേഷങ്ങളുമായിട്ടാണ്. ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6:30 ആകുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പാൻട്രി ഏരിയയിലേക്ക്, അതായത് നമ്മൾ 4th ഫ്ലോറിലേക്ക് വരും. 4th ഫ്ലോറിൽ നമുക്ക് നമ്മളെ ഡെയിലി ഫുഡ് തരുന്ന ചേച്ചി നമ്മളെ ഫുഡുമായിട്ട് വരും. എന്നിട്ട് ചേച്ചി കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചേച്ചി ഫുഡായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ കൈയൊക്കെ കഴുകി നമ്മൾ പാൻട്രി ഏരിയയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി അവിടെ ഇങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ചേച്ചി ഇതാ ഫുഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ ഫുഡൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഇനി നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ എന്തായാലും പറ്റൂല. അപ്പോൾ നമ്മൾ ഏകദേശം ടൈം നോക്കിയിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നമ്മളിതാ എല്ലാവരും കയ്യിൽ ഡേറ്റ്സും വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ടൈം ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉന്നക്കായാണ്. ഒരു സ്നാക്കും ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസും ഉണ്ടാവും കേട്ടോ ചേച്ചി കൊണ്ടുതരുന്ന ഫുഡിൽ. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് നൂൽപുട്ട് കേട്ടോ. ഇതിന് ഈ ഒരു വിഭവത്തിന് ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. നമ്മൾ പറയും ഇതിന് നൂൽപുട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ വിഭവമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ചില വിഭവങ്ങളുടെയൊക്കെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ടക്കറിയും നൂൽപുട്ടും ആണ്. അപ്പോൾ നമ്മൾ ഉന്നക്കായും വെള്ളവും കാരക്കയും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ നൂൽപുട്ടും മുട്ടക്കറിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഏകദേശം 6:30 ആകുമ്പോൾ ഇറങ്ങും. പിന്നെ കാരക്കയും വെള്ളവും വെച്ചിട്ട് നോമ്പ് തുറക്കും. എന്നിട്ട് പിന്നെ ചേച്ചി കൊണ്ടുവരുന്ന ഈ ഒരു ഫുഡും കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും വിഭവങ്ങൾ മാറാന്നല്ലാതെ ഈ റുട്ടീൻ മാറുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത ദിവസത്തെ നമ്മളെ വിഭവമാണ്. അപ്പം ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ലൈമും ഉന്നക്കായും ആയിരുന്നു. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വത്തക്ക ജ്യൂസും കട്ട്ലറ്റുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കട്ട്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ മുട്ടൻ്റെ ഫില്ലിങ്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മാളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ 6:30 ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഹോസ്റ്റലിലെത്തി ഉറങ്ങാനാകുമ്പോഴേക്ക് വീണ്ടും വിശക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം ആ മുന്തിരി നല്ലോണം കഴുകി ഇനി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോൾ നല്ല വിശപ്പാണ്. അപ്പം എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്തിരി കഴുകി വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ചിലപ്പോൾ നമുക്ക് ചേച്ചി എക്സ്ട്രാ ഫുഡ് തരും രാത്രിയിൽ. അങ്ങനെയാണെങ്കിൽ ആ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഫ്രൂട്ട്സ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ഹോസ്റ്റലിലെ നോമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത ദിവസത്തെ നമ്മളുടെ വിഭവമാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എഗെയിൻ ലൈമാണ് ഇന്നത്തെ വിഭവം. പിന്നെ പഴംപൊരിയാണ്. പിന്നെ നമുക്കന്ന് ഓഫീസിൽ നിന്ന് കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട്ലറ്റും കഴിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു വിഭവത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. എന്തോ ഒരു കണ്ണൂർ സ്പെഷ്യൽ എന്തോ ഒരു ഐറ്റമാണ്. എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. അപ്പം അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നോമ്പൊക്കെ തുറന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ചോക്ലേറ്റ്സും കഴിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു സൺഡേയിലെ നോമ്പ് തറ വിശേഷങ്ങളായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റതിന് ശേഷം എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ഹോസ്റ്റലിൽ ഡീപ്പ് ക്ലീൻ ചെയ്തു. ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫ്രഷായി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പം നമ്മുടെ ഫ്രണ്ടായ അശ്വതീനെ ഉണങ്ങാനിട്ടതുപോലെ തോന്നെങ്കിലും ആൾ കുളിച്ച് വന്നിട്ട് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് നിൽക്കുകയാണ് കേട്ടോ. സംഭവം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആളെടുത്ത് കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പുറത്തിറങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് നോമ്പ് തുറക്കാൻ പുറത്തുനിന്ന് എക്സ്ട്രാ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി ഓൾറെഡി നമുക്ക് ഫുഡ് തരും, എന്നാലും നമുക്ക് കൊതിയുള്ള 2-3 ഐറ്റംസും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നോമ്പില്ലാത്ത സമയത്ത് നമ്മൾ അധികവും നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു ബജിക്കടയിൽ വന്നിട്ട് നമ്മൾ ചായയും ബജിയും കഴിക്കാറുണ്ടായിരുന്നു. അപ്പം നോമ്പായതിനു ശേഷം നമ്മൾ ഈ ഒരു കടയിലേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ബജി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന്
എന്തായാലും ബജി വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും എന്തോ ഭാഗ്യം കൊണ്ട് ഇന്ന് ബജിക്കട ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബജി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ എത്തിയപ്പോഴാണ് നമ്മൾ ബജിക്കടൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് ആന വന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആന എഴുന്നള്ളത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആനയല്ല കേട്ടോ ഉള്ളത്, ഇഷ്ടം പോലെ ആനകളുണ്ട്. അപ്പോൾ ഇത്രയും അധികം ആനകളെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ ആനകളങ്ങനെ ഒരു കൂട്ടത്തോടെ കാണുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സൂവിൽ പോയ സമയത്താണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്രയും ആനകൾ ഒന്നിച്ചിട്ട് കാണുന്നത്. പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ കുറേ ആനകളൊന്നും ഇങ്ങനെ ഉത്സവത്തിന് വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ ഈ ആനകളിങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോൾ. അപ്പം ഞാൻ ഈ ബജി വാങ്ങാൻ വന്നത് മറന്ന് ആനനെ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ പിന്നെ വേഗം നമ്മൾ ബജിയും പഴംപൊരിയും നമ്മളെ ബജിക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് വേഗം തന്നെ നമ്മൾ അടുത്ത ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കടയിലേക്ക് പോയി. അപ്പം ഇന്ന് നമ്മൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് പുറത്ത് വാങ്ങിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വലിയ നോമ്പ് തുറ അങ്ങനെയൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, കുറച്ച് കൊതിയുള്ള നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാം, എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാം അങ്ങനെ വിചാരിച്ചിട്ടുള്ള ചെറിയൊരു കുഞ്ഞു നോമ്പ് തുറ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ആനയൊക്കെ ഏകദേശം എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബജിയും പഴംപൊരിയും വാങ്ങിയിട്ട് നമ്മൾ അടുത്ത കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വാങ്ങിക്കാനുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട്, പിന്നെ കട്ട്ലറ്റ് വാങ്ങിക്കാനുണ്ട്. കാരണം ചേച്ചി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കട്ട്ലറ്റ് തന്നപ്പോഴേ നമുക്ക് ഭയങ്കര കൊതിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നേ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് കട്ട്ലറ്റ് കഴിക്കണം എന്ന്. അങ്ങനെ നമ്മൾ കട്ട്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കട്ട്ലറ്റ് വാങ്ങി പിന്നെ നേരെ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് വെക്കുന്നൊരു കടയിലേക്കാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ വത്തക്കയും പിന്നെ ഗ്രേപ്സും വാങ്ങിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു. ഇപ്പം തന്നെ സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. സാധനങ്ങളൊക്കെ വാങ്ങി ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ റെഡി ആക്കിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്ക് സെറ്റാവുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും നമ്മൾ സെറ്റാക്കി അവസാനം ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് കേട്ടോ ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ മേടിച്ച പോലെ ഒന്നും ഡിലേ ആവുമെന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി, പിന്നെ ഒരാൾ നമ്മൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്തു, പിന്നെ ഒരാൾ നമ്മൾ സ്നാക്സൊക്കെ പ്ലേറ്റിൽ സെർവ് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇനി ബാങ്ക് കൊടുക്കുന്ന ടൈമൊന്നും നോക്കി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് നോറ്റ് നമ്മളെക്കാൾ ക്ഷീണതായി ഇവർക്കൊക്കെയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായോ നോക്കി നിന്നിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ എല്ലാ ഐറ്റംസും ടേബിളിലല്ല കട്ടിലെടുത്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഈ ഫുഡും നോക്കി അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നമ്മളെ വീഡിയോയിൽ ചെറിയ അപശബ്ദം കേൾക്കാം നായേൻ്റെ. അത് വേറൊന്നുമല്ല, നമ്മളെ ഹോസ്റ്റലിലെ തൊട്ടടുത്ത വീട്ടിലെ നായ കരയുന്നതാണ് കേട്ടോ. കരയല്ല, നായ കുരയ്ക്കുന്ന സൗണ്ടാണ്. അപ്പം അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയെങ്കിൽ എക്സ്ട്രീംലി സോറി കേട്ടോ. നായ കുരയ്ക്കാതിരിക്കുന്ന ടൈം നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ എങ്ങനെ ശ്രമിച്ചിട്ടും പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്ക് കേട്ടില്ലെങ്കിലും നമ്മൾ ഏകദേശം ടൈം നോക്കിയിട്ട് അങ്ങനെ നോമ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്ന് ഏകദേശം എല്ലാ സ്നാക്സും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വയറും ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മെയിൻ ഫുഡ് ഐറ്റംസ് നമ്മൾ കിടക്കാൻ നേരത്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് എല്ലാവരും കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഉറങ്ങാൻ നേരത്താണ് നമ്മളെ മെയിൻ ഫുഡ് ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അത്താഴത്തിന് നമുക്ക് നൂൽപുട്ടും ബീഫ് കറിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത്താഴത്തിന് എണീറ്റിട്ട് നൂൽപുട്ടും ബീഫ് കറിയും കഴിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ ഓഫീസിലെയും ഹോസ്റ്റലിലെയും നോമ്പുതറ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വളരെ കുഞ്ഞ് നോമ്പുതറ വിശേഷങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ.